USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। बच्चों आदाब। ഉറുദു USS ക്ലാസ്സിലേക്ക് മുഴുവൻ ഉറുദു വിദ്യാർത്ഥികൾക്കും സ്വാഗതം. USS എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷേ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അത് എന്താണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി കാണില്ല. USS എന്നാൽ അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് അഥവാ USS. കേരള വിദ്യാഭ്യാസ വകുപ്പ് 7ാം ക്ലാസ്സിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് USS. ആർക്കെല്ലാം ഈ പരീക്ഷ എഴുതാം? കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരമുള്ള സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും 1ാം പാദവാർഷികത്തിൽ A ഗ്രേഡ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതാം. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഭാഷയിൽ 3 ഭാഷയിൽ ഉറുദു, മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ്, ഇതിൽ ആദ്യ 2ൽ A ഗ്രേഡ് ലഭിക്കുകയും 1ൽ B ഗ്രേഡ് നേടിയവർക്കും, അതുപോലെ 3 ശാസ്ത്രത്തിൽ അഥവാ അടിസ്ഥാന ശാസ്ത്രം, സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം, മാത്സ് ഗണിതം ഇവയിൽ 2ൽ A ഗ്രേഡ് ലഭിക്കുകയും 1ൽ B ഗ്രേഡ് ലഭിച്ചവർക്കും ഈ പരീക്ഷ എഴുതാം. പക്ഷേ വിദ്യാഭ്യാസ സബ് ജില്ലാ മത്സരത്തിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ A ഗ്രേഡ് നേടിയിരിക്കണം. ഇത്തരം വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നത്. ഈ പരീക്ഷയിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഉണ്ടാവുക എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പേപ്പറുകളാണ് ഈ സ്കോളർഷിപ്പിനുള്ളത്. ഉച്ചയ്ക്ക് മുമ്പ് ഒരു പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു പരീക്ഷയും. ഉച്ചയ്ക്ക് മുമ്പുള്ള പരീക്ഷയിൽ 3 പാർട്ട് ഉണ്ട്. 3 ഭാഗങ്ങളായിട്ടാണ് പരീക്ഷ ഉള്ളത്. 1 ഭാഷ. ഉറുദു എടുത്തവർക്ക് ഉറുദു, അറബി, മലയാളം, സംസ്കൃതം, കന്നഡ, തമിഴ്. ഇത് ഏതാണോ എടുത്തത് 1ാം ഭാഷയായിട്ട് എടുത്തിട്ടുള്ളത് അവർക്ക് അത്. 2ാം ഭാഗം മലയാളം സെക്കൻഡ്, മലയാളം B. മറ്റൊന്ന് 3ാമത്തെ ഭാഗം ഗണിതം. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന 2ാമത്തെ പരീക്ഷ ആദ്യ ഭാഗം ഇംഗ്ലീഷ്, 2 അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ്, 3 സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം. ഇതിലൊക്കെ ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളതാണ്, അതിൻ്റെ ഘടന എങ്ങനെയാണ്, എത്ര മാർക്കിനാണ് അതുണ്ടാവുക എന്ന് നാം മനസ്സിലാക്കണം. ഉച്ചയ്ക്ക് മുമ്പ് നടക്കുന്ന ആദ്യ പരീക്ഷയിലെ ആദ്യ പേപ്പറിൽ 1ാം പാർട്ട് നമ്മൾ പറഞ്ഞു ഭാഷയായിരിക്കും. ഉറുദു എടുത്തവർക്ക് ഉറുദു ആയിരിക്കും. 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ, 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉറുദുവിൽ. 2ാമത്തത് മലയാളം സെക്കൻഡ്, 15 ചോദ്യമുണ്ടായിരിക്കും. 10 മാർക്കിനാണ് അവിടെ വരുന്നത്. ചോദ്യം 15 ആണെങ്കിലും മാർക്ക് 10 മാർക്കിനുള്ളത് മാത്രം അവിടെ ഉണ്ടാവുകയുള്ളൂ. എഴുതാൻ 15ഉം നമുക്ക് എഴുതാം, 10 പരിഗണിക്കുകയുള്ളൂ. 3ാമത്തത് പാർട്ട് 3
ഗണിതത്തിന് 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഉറുദുവിന് 15, മലയാളം സെക്കൻഡ് 15 ചോദ്യം, മറ്റത് 20, അങ്ങനെ 50 ചോദ്യങ്ങളുണ്ടായിരിക്കും, 45 മാർക്ക്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷയിൽ ആദ്യ പാർട്ട് ഇംഗ്ലീഷിന് 15 ചോദ്യം, 15 മാർക്ക്. മറ്റൊന്ന് അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ്, 20 ചോദ്യമുണ്ടായിരിക്കും, 15 മാർക്കിന് 20 ചോദ്യം, 15 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. 20 എഴുതിയാലും 15 മാർക്കേ കിട്ടുകയുള്ളൂ. മറ്റൊന്ന് സാമൂഹ്യ ശാസ്ത്രം, 20 ചോദ്യമുണ്ടായിരിക്കും, 15 മാർക്കിന് 20 ചോദ്യം, അങ്ങനെ ടോട്ടലി 55 ചോദ്യം, 45 മാർക്ക്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കെല്ലാം സ്കോളർഷിപ്പ് ലഭിക്കും. 2 പരീക്ഷയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ പരീക്ഷ 90 മാർക്കിനുള്ളതാണ്, 2 പരീക്ഷയും കൂടെ. അങ്ങനെ 90 മാർക്കിൽ 70% മാർക്ക് കിട്ടിയവർക്ക് സ്കോളർഷിപ്പ്, അഥവാ 90-ൽ 63 മാർക്കും അതിന് മുകളിലും കിട്ടിയവർക്ക് USS സ്കോളർഷിപ്പ് ലഭിക്കും. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രതിഭാധരരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കലുണ്ട്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അത് എങ്ങനെയാണ്? ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 20 കുട്ടികളെ തിരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച 20 വിദ്യാർത്ഥികളെ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. കുറേ കുട്ടികൾക്ക് ഒരേ മാർക്ക് വരികയാണെങ്കിൽ ഗണിതത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച 20 കുട്ടികളെ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് ഒന്നാം വിഷയത്തിലെ ഒന്നാം പരീക്ഷയിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് നമ്മുടെ വിഷയമായ ഉറുദുവിലേക്ക് കടക്കാം. ഒന്നാം പേപ്പറിൽ ആദ്യ പാർട്ട് 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ ഉറുദുവിലായിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിലെ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ 15ഉം ഉറുദു പഠിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഈസി ആയിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നതാണ്. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ USSൽ കൂടുതലായി വരിക. അതിന് പുറമെ അല്പം ജനറലായിട്ട് പൊതുവായിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 5, 6, 7 ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയാൽ തീർച്ചയായും USS പരീക്ഷയ്ക്ക് 15-ൽ 15 മാർക്കും നിങ്ങൾക്ക് നേടാൻ കഴിയും. ഇന്ന് ഒരു ആമുഖം എന്ന നിലയിൽ കഴിഞ്ഞ USS പരീക്ഷയ്ക്ക് ചോദിച്ച ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തുന്നു. അവയിലൂടെ അവ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. തുടർന്ന് ഗുൽസാർ എജു സൊല്യൂഷൻ നിങ്ങൾക്കായി ഓരോ വിഷയം ക്രമീകരിച്ചുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകളും ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ USSന് വന്ന ചോദ്യങ്ങൾ എങ്ങനെയുള്ളതായിരുന്നുവെന്ന് ചോദ്യവും ഉത്തരവും സഹിതം പരിചയപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഏതാനും ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു ചോദ്യം നോക്കാം. കൗവ കായം കായം കർത്താ ഹെ. കൗവ കായം കായം കർത്താ ഹെ, മുർഗ ക്യാ കർത്തേ ഹെ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഓപ്ഷനായി വരുന്നത്, ഇത്തരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും 4 ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും.
ചോദ്യം ശരിയായി വായിച്ചതിന് ശേഷം ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ബബിൾ ചെയ്യുകയാണ് USS പരീക്ഷയ്ക്ക് വേണ്ടത്. ഈ രീതിയിൽ ആണെങ്കിൽ ഇത് ആവാസുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ ജാൻവറിനെ കുറിച്ചും പരിന്തയെക്കുറിച്ചും നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ആ ജാൻവറിനെ കുറിച്ചും പരിന്തയെക്കുറിച്ച് വിശദമായ ഒരു വിഷയം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ നാം അവയുടെ ആവാസ് കൂടി പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം, മാവേലി സ്റ്റോർ में 1 किलो चावल के लिए 25 रुपये है. മാവേലി സ്റ്റോറിൽ 1 കിലോ ചാവലിന് അരിക്ക് 25 രൂപയെ 25 രൂപയാണ്. तो 2 കിലോ के लिए कितने രൂപ होंगे എന്നതാണ്. 2 കിലോ അരിക്ക് എത്ര രൂപയായിരിക്കും? ഇത് ഗിൻതിയുമായി ബന്ധപ്പെട്ടതാണ്, എണ്ണവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം എണ്ണവുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും ആ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, മൻസൂർ ക ഹം ആവാസ് ലഫ്സ് ക്യാ ഹെ? മൻസൂർ എന്നതിൻ്റെ ഹം ആവാസ് അൽഫാസ്. ഹം ആവാസ് അൽഫാസ് നാം 5ാം ക്ലാസ് മുതൽ തുടർച്ചയായി പഠിച്ചു വരുന്നു. 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പദ്യഭാഗവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഹം ആവാസ് അൽഫാസ്. ഹം ആവാസ് അൽഫാസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, എങ്ങനെ പെട്ടെന്ന് ഹം ആവാസ് അൽഫാസ് കണ്ടെത്താൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ നാം നമ്മുടെ USS ക്ലാസ്സിൽ ചർച്ച ചെയ്യും. മറ്റൊരു ചോദ്യം, മസ്ഹബ് നഹീ സിഖാത്ത ആപ്പസ് മെ ബൈർ രഖ്ന, ഹിന്ദി ഹെ ഹം വതൻ ഹെ, ഹിന്ദുസ്ഥാ ഹമാര, യെ കിസ്ക ഷിർ ഹെ? ഇത് ആരുടെ വരികളാണ്? ഇത് ഷിറോ ഷായരിയുമായി ബന്ധപ്പെട്ടതാണ്. പദ്യവും ഷായർ കവി ഇവയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തുള്ള ചോദ്യമാണ്. അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ പ്രത്യേകം വിഷയമായി പഠിക്കുകയും ആ വിഷയത്തിൽ നിന്ന് ഏതെല്ലാം തരത്തിൽ ചോദ്യം വരാം, ആ ചോദ്യത്തിന് എങ്ങനെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്യും. ഇത്തരം വളരെ ഉപകാരപ്രദമായ ഈ USS ക്ലാസ് നിങ്ങൾ സജീവമായി മുഖവിലക്കെടുക്കുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് അടുത്ത USS പരീക്ഷ ഭംഗിയായി എഴുതി USS പരീക്ഷ കരസ്ഥമാക്കാൻ ദൈവം തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.